നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ടെക്സ്റ്റിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് ഇന്ന് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത് അല്ലെ. ആരാണ് ഓദർ ആശാപൂർണ ദേവി എന്ന് പറയുന്ന ബംഗാളി ഓദറിന്റെ കഥയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന കഥ. അപ്പൊ നമ്മൾ ആൾറെഡി കണ്ടതാണ് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്, എനി വുമൺ എന്ന് പറയുന്ന ചാപ്റ്റർ +2 പഠിക്കാനായിട്ടുണ്ടായിരുന്ന 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന യൂണിറ്റിലെ എനി വുമൺ എന്ന് പറയുന്ന ഒരു അല്ലെ നല്ല എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ്. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ചെറുകഥയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആൾറെഡി നമ്മൾ കണ്ടതാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വുമൺ എംപവർമെന്റ് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സ്ത്രീകളെ എന്താണ് പുരുഷനോടൊപ്പം അല്ലെങ്കിൽ ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് അല്ലെ. അപ്പൊ ആ യൂണിറ്റിലെ യൂണിറ്റിലെ അല്ലെ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ യൂണിറ്റിലെ മൂന്നാമത്തെ എന്താണ് ചാപ്റ്റർ, മൂന്നാമത്തെ ഷോർട്ട് സ്റ്റോറി ആണ് ഏതെന്ന് പറയുന്നത് ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന കഥ. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്കൊന്ന് ആ പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെടാം. ആരാണ് ആശാപൂർണ എന്ന് നമുക്കൊന്ന് നോക്കുക. She was born in the year 1909. 1909 ആരുടെ ജനനം, ആശാപൂർണയുടെ ജനനം എന്ന് പറയുന്നത് 1909. And died in 1995. 1995 അവരെന്ത് ചെയ്തു, മരിക്കുകയും ചെയ്തു. ഓക്കെ, ഈസ് എ പ്രോമിനന്റ് ബംഗാളി നോവലിസ്റ്റ് ആൻഡ് എ പോയറ്റ്. അപ്പൊ നോക്കുക, വളരെ പ്രോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വേർഡിന്റെ മീനിങ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനിയായിട്ടുള്ള ഒരു ബംഗാളി നോവലിസ്റ്റ് അല്ലെ, ബംഗാളി നോവലിസ്റ്റ്, അതുപോലെ തന്നെ പോയറ്റസ് അല്ലെ, ഒരു കവയത്രിയൊക്കെയാണ് ആരെന്ന് പറയുന്നത്, ആശാപൂർണ ദേവി. ഓക്കെ, നോക്കുക, widely honored with a number of praises and awards. അപ്പോ widely അല്ലെ, വളരെ വൈഡായിട്ട് ആശാപൂർണ എന്ത് ചെയ്തിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. with a number of praises and awards. ധാരാളം പ്രൈസുകളും അല്ലെ, ധാരാളം ഉപഹാരങ്ങളും അതുപോലെ അവാർഡുകളൊക്കെ കൊടുത്ത് നമ്മുടെ ആശാപൂർണ ദേവി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണർ ചെയ്തിട്ടുണ്ട്. ഓണർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആദരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്, she was awarded the Jnanpith award and the Padma Shri by the government of India in 1976. അപ്പൊ 1976 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ആശാപൂർണ എന്ത് ചെയ്തു, ആദരിച്ചു എന്ന് പറയും. ഓക്കെ, and the degree of D.Litt by the University of Jabalpur, രവീന്ദ്ര ഭാരതി, അതുപോലെ തന്നെ ബുദ്വാൻ, ജഡാവ്പൂർ തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ D.Litt എന്ന് പറയുന്ന അംഗീകാരം, ഡിഗ്രി കൊടുത്തുകൊണ്ട് ആരെ, നമ്മുടെ ആശാപൂർണ ദേവിയെ അംഗീകരിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, D.Litt എന്ന് പറയുന്ന ഒരു ടേമാണ് അല്ലെ. അതിന്റെ അർത്ഥം, അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്നാണ് അർത്ഥം. ഓക്കെ, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ അത് നമ്മൾ കൊടുക്കുന്നത്, അതൊരു ഹയസ്റ്റ് ഡോക്ടറൽ ഡിഗ്രിയാണ്. അത് അവിടെ നമ്മൾ DSc ഉണ്ട്, അതായത് ഡോക്ടർ ഓഫ് സയൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ D.Litt അഥവാ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. ഇത് രണ്ടുമാണ് അതിന്റെ 2 കാറ്റഗറീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവര് സാഹിത്യ മേഖലയിലാണ് ആര് കൂടുതൽ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ളത്, ആശാപൂർണ ദേവി. അതുകൊണ്ട് തന്നെ ആശാപൂർണയ്ക്ക് D.Litt പുരസ്കാരം കൊടുത്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്തു, ഇവരെ അംഗീകരിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് എന്താ പറയുന്നത്, ഫോർ ഹർ കോൺട്രിബ്യൂഷൻ as a novelist and a short story writer, the Sahitya Academy conferred its highest honor, the fellowship, in 1994. നോക്കുക, അടുത്ത പറയുന്നത് എന്താണ്, ഫോർ ഹർ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ആശാദേവിയുടെ സംഭാവനകൾക്കായിട്ട് ആസ് എ നോവലിസ്റ്റ്, ഏത് നിലയിൽ, ഒരു നോവലിസ്റ്റ് എന്ന ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, ഒരു ചെറുകഥാകൃത്ത് അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ അവർ നടത്തിയിട്ടുള്ള സംഭാവനകൾക്കായിട്ട് സാഹിത്യ അക്കാദമി അല്ലെ, സാഹിത്യ അക്കാദമി എന്ത് കൊടുത്തു, കൺഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്,
ബിരുദം നൽകി ആദരിക്കുക എന്ന് പറയാം കേട്ടോ. കൺഫേർഡ്, ബിരുദം നൽകി ആദരിക്കുക അല്ലെ. എങ്ങനെ, ഏത് ബിരുദം കൊടുത്തുകൊണ്ട്? ഈസ് ഹയസ്റ്റ് ഓണർ ദ ഫെലോഷിപ്പ് ഇൻ 1994. അപ്പൊ 1994 ഫെലോഷിപ്പ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? സാഹിത്യ അക്കാദമി ഇവരെ എന്ത് ചെയ്തു? അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ടും സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ആരെ കുറിച്ച് പറയാനായിട്ടുള്ളത്, ആശാപൂർണ ദേവിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച അല്ലെ, നമ്മുടെ ഷോർട്ട് സ്റ്റോറി ഒക്കെ പഠിക്കുന്ന സമയത്ത് 1-2 ലൈൻസുകൾ എന്ത് ചെയ്യുക, എഴുത്തുകാരിയെ കുറിച്ച് അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. നേരെ മറിച്ച് നമ്മൾ കവിതയൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രൊഫൈൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഓഥറിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരിയെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നത് എന്തായിരിക്കും, ഇംപ്രഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. നോക്കുക, ഇനി അടുത്തത് നമുക്ക് ആ കഥയിലേക്ക് വരാം. This short story is translated from Bengali by Prasenjit Gupta, a translator and writer. അപ്പോൾ ഒരു പരിഭാഷകൻ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ലേറ്റർ അല്ലെ, തർജ്ജമ ചെയ്യുന്ന ആൾ, അയാളാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്ററും എഴുത്തുകാരനുമായ, ബംഗാളി എഴുത്തുകാരനുമായ പ്രസഞ്ജിത് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഏത് കഥയെ, ദ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി. അപ്പൊ ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന, ഏത് യാനങ്ങളിൽ വരുന്ന കഥയാണ്? ഷോർട്ട് സ്റ്റോറി. മറക്കരുത് കേട്ടോ, ഇതൊരു ചെറുകഥയാണ്. ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചെറുകഥയാണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ചെറുകഥ അല്ലെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസഞ്ജിത്ത് ഗുപ്തയാണ്. അപ്പൊ ഇതിന്റെ ആക്ഷൻ ഓഥർ ആശാപൂർണയാണെങ്കിലും ഇതൊരു ബംഗാളിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമപ്പെടുത്തിയത് ആരാണെന്ന് പറയാം, പ്രസഞ്ജിത്ത് ഗുപ്തയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഓഥർ. ഓഥറിനെ കുറിച്ച് ഈ കഥയുടെ ജസ്റ്റ് ഒരു ഇൻട്രോയും അവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഥയിലേക്ക് പ്രവേശിക്കാം. ദ മാച്ച് ബോക്സ് അല്ലെ, കഥയുടെ പേരെന്താണ്, മാച്ച് ബോക്സ്. എന്താണ് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമുക്കറിയാവുന്നതാണ്. മാച്ച് ബോക്സ് വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ, തീപ്പെട്ടി. ഇതാണ് തീപ്പെട്ടി. ഇവിടെ ഒരു തീപ്പെട്ടിയുമായിട്ട് ഒരു സ്ത്രീയെ കമ്പയർ ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട കഥയാണ്, ചെറുകഥയാണ് മാച്ച് ബോക്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ എനി വുമണിൽ ഒരുപാട് മെറ്റഫേഴ്സ്, സ്ത്രീയെ ഒരുപാട് മെറ്റഫറുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, എനി വുമണിൽ നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ സ്ത്രീയെ ഒരു മാച്ച് ബോക്സുമായിട്ട്, മെറ്റഫോറിക്കലി മാച്ച് ബോക്സ് ആണ് ഒരു സ്ത്രീ എന്ന് എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ഉപമിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ കഥ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് അല്ലെ, ഈ ചെറുകഥ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു കുറച്ച് ലൈറ്റ്സ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ, ഒരു കോട്ടൊക്കെ തന്നിട്ടുണ്ട്. ആ കോട്ടൊന്ന് ശ്രദ്ധിച്ചേ. There are 2 ways of spreading light. അവിടെ പറയുകയാണ്, നമുക്ക് 2 രീതികളാണുള്ളത്. എന്തിന്? To spread a light. നമുക്ക് പ്രകാശത്തെ പരത്താൻ നമുക്ക് 2 വഴികളുണ്ട്. പ്രകാശത്തെ പരത്താൻ നമുക്ക് 2 മാർഗങ്ങളാണ് ഉള്ളത്. 2 ways, 2 മാർഗങ്ങൾ. To be the candle. ഒന്നുകിൽ നമുക്ക് എന്താകാം, മെഴുകുതിരിയാണ്. അതായത് സ്വയം എരിഞ്ഞ് ഇല്ലാതായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രകാശം പരത്താനായിട്ട് സാധിക്കും അല്ലെ. കാൻഡിലിന്റെ പ്രത്യേകത അതാണ്. ബൈ ഗിവിംഗ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, കാൻഡിൽ എന്ത് ചെയ്യുന്നു, സ്വയം എരിഞ്ഞ് ഇല്ലാതായി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒന്നുകിൽ കാൻഡിൽ ആകാം, അല്ലെങ്കിൽ ഓർ ദ മിറർ ദാറ്റ് റിഫ്ലെക്ട്സ്, അല്ലെങ്കിൽ ആ കാൻഡിലിന്റെ പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്ന, പ്രതിഫലിപ്പിക്കുന്ന എന്താകാം, മിറർ ആകാം. മിറർ, കണ്ണാടി ആയിട്ട് നിങ്ങൾക്ക് മാറാം. അപ്പൊ ഈ 2 മാർഗങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എന്തിന്? ഒരു പ്രകാശം പരത്തുന്നതിന് വേണ്ടി. അങ്ങനെ മിററാകുന്ന സമയത്ത് സ്വയം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല. എന്നാലും ആരുടെ ഫംഗ്ഷൻ അല്ലെ, ആ തീ അല്ലെങ്കിൽ ആ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കുക. അവിടെ പറയാനുള്ള കാര്യം അതാണ് അല്ലെ. നിങ്ങൾ അവിടെ ഒരു കോട്ട്, അപ്പൊ ഈ കോട്ട് എന്തുകൊണ്ട് ഈ കോട്ട് ഇവിടെ കൊടുത്തു എന്നതിന്റെ പ്രയോറിറ്റി, സിഗ്നിഫിക്കൻസ് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം അല്ലെ, മനസ്സിലാക്കാം. സത്യത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു കാൻഡിലാണെന്നാണ് പറയുന്നത് അല്ലെ. അവരെന്ത് ചെയ്യുന്നു, അവർ എല്ലാവർക്കും പ്രകാശം കൊടുത്തുകൊണ്ട് എന്താണ്, അവര് മരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഇല്ലാതായി പോവുകയാണ്. അവർക്ക് ടോട്ടൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കും അല്ലെ. അപ്പോ സ്ത്രീകൾ അതിൽ നിന്ന്, ആ ഒരു പൊസിഷനിൽ നിന്ന് ഒരു മിററിലേക്കുള്ള ട്രാൻസിഷൻ
എങ്ങനെ സംഭവിക്കും അല്ലെ, എങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു മിററിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് പോസിബിൾ ആവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഏത് സെക്ഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ പറയുന്നത്? മാച്ച് ബോക്സ് അഥവാ തീപ്പെട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പരാമർശം. നോക്കുക, വുമൺ ഷുഡ് ചൂസ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഈ ഇൻട്രൊഡക്ടറി പാർട്ട് കൊടുത്തിരിക്കുന്നത് കാരണം എക്സാമിന് നിങ്ങൾക്ക് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ സാധിക്കും കേട്ടോ. നോക്കുക, women should choose between being a candle or a mirror. അപ്പോൾ സ്ത്രീകൾ തിരഞ്ഞെടുക്കണം അവർക്ക് മെഴുകുതിരി ആകണോ കണ്ണാടി ആകണോ എന്ന്. And work for their own emancipation. What is emancipation? What is emancipation? Emancipation എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിമോചനം, സ്വാതന്ത്ര്യം എന്നൊക്കെയാണ്. വിമോചനം. അപ്പോൾ സ്ത്രീകൾ അല്ലെ ഒരു മിറർ ആകണോ അല്ലെങ്കിൽ ഒരു കണ്ണാടി ആകണോ മെഴുകുതിരി ആകണോ എന്ന് അവര് വേണം എന്ത് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ. മാത്രമല്ല ആൻഡ് വർക്ക് ഫോർ ദെയർ ഓൺ, അവർ സ്വയം അവരുടെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിക്കണം. വേറെ ആരും അവർക്ക് വേണ്ടി പരിശ്രമിക്കില്ല. പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അങ്ങനെയുള്ള സമൂഹത്തില് പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യില്ല, പരിശ്രമിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അത് ഫാക്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ചിന്തിച്ച് തീരുമാനിക്കുക. നോക്കുക, എനിവേ സ്ത്രീകൾ സ്വയം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണമെന്നാണ് ഇവിടെ പറയുന്നത്. As well as for the generations to come. അവർക്ക് വേണ്ടി മാത്രമല്ല അവർ ചെയ്യുന്നത്, ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി കൂടെ അവർ എന്ത് ചെയ്യണം, അത്തരത്തിൽ വിമോചന സമരങ്ങൾ കൈക്കൊള്ളണം, സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഒരു സ്ത്രീ അല്ലെ ഒരു വീടിന്റെ ഒരു കുടുംബത്തിന്റെ 4 കോർണേഴ്സിൽ ഒതുങ്ങിക്കൂടാതെ ഒരു സ്ത്രീ എന്താണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുമോ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ കപ്പാസിറ്റി എന്താണ്, സ്ത്രീകളുടെ എബിലിറ്റി എന്താണ് എന്നൊക്കെ പറയുന്ന ഒരു കഥയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു പുരുഷ മേധാവിത്വമുള്ള അല്ലെങ്കിൽ മെയിൽ സുപ്രമസി ഉള്ള ഒരു സൊസൈറ്റിയിൽ സ്ത്രീകൾ എന്തൊക്കെ യാതനകളും വേദനകളും അനുഭവിക്കും, അതിനെ എങ്ങനെ അവർ സർവൈവ് ചെയ്യും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോയിന്റ്സുകൾക്ക് ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്, മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കഥയിലേക്ക് കടക്കാം. നോക്കുക, I always compare women to match boxes. അപ്പോൾ നമ്മുടെ എഴുത്തുകാരി ആശാപൂർണ പറയുകയാണ്, ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുക, താരതമ്യപ്പെടുത്തുന്നു വുമൺ സ്ത്രീകളെ എന്തുമായിട്ട്, ടു മാച്ച് ബോക്സസ്. ഞാൻ തീപ്പെട്ടിയുമായിട്ട് സ്ത്രീകളെ ഞാൻ പലപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുക സ്ത്രീകൾ തീപ്പെട്ടിയെ പോലെയാണ് എന്നാണ് പറയുക കേട്ടാ. നോക്കുക, വൈ, എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കുക, why do I compare women with that of matchbox? എന്താണ് ഞാൻ അങ്ങനെ സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. Because of the way matchboxes are. അതിന്റെ ഉത്തരവും ആര് തന്നെ പറയുകയാണ്, നമ്മുടെ ആശാപൂർണ പറയുകയാണ് കേട്ടോ. ബിക്കോസ് കാരണം ഓഫ് ദ വേ matchboxes are. matchboxes എങ്ങനെയാണോ അല്ലെ, മാച്ച് ബോക്സിന്റെ ഫംഗ്ഷൻ എന്താണോ അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ. അതുകൊണ്ടാണ് ഞാൻ അവരെ എന്ത് ചെയ്യുന്നത്, മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. മാച്ച് ബോക്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആര്, സ്ത്രീ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്ത്രീയെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ പോസിബിൾ ആൻസർ ഫോർ ഇറ്റ്. അതാണ് ആൻസർ. അതാണ് ഉത്തരം ആര് പറയുന്നത്, നമ്മുടെ ആശാപൂർണ പറയുന്നത്. നോക്കുക, ഈവൻ തോ അല്ലെ ആണെന്ന് അല്ലെ ഇങ്ങനെയാണെങ്കിലും they have enough gunpowder to set 100 lengas aflame. നോക്കുക, അവർക്ക് എന്തുണ്ട്, അവർക്കുണ്ട് എന്ത്, ഇനഫ് ഗൺ പൗഡർ അല്ലെ, അവർക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ അതിനപ്പുറം ആവശ്യത്തിനുള്ള ഗൺ പൗഡർ അവരുടെ കയ്യിലുണ്ട്. എന്തിനു വേണ്ടി ഗൺ പൗഡർ, എന്തിനാ, എക്സ്പ്ലോഡ് ചെയ്യണം അല്ലെ. എന്തെങ്കിലും നമ്മുടെ തീപ്പെട്ടിയിലെ തുമ്പിലുള്ള ആ ഗൺ പൗഡർ അതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഒരു തീപ്പെട്ടി ഉരച്ച് നമ്മളൊരു വീട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്ത് ചെയ്തു പോകും, കത്തിക്കൊള്ളും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. നോക്കുക, ഇങ്ങനെയാണെങ്കിലും സ്ത്രീകൾ മാച്ച് ബോക്സ് പോലെ ആണെങ്കിലും അവരുടെ ഉള്ളിൽ എന്തുണ്ട്, ഗൺ പൗഡർ ഉണ്ട്. ടു സെറ്റ് 100 lengas aflame, അഗ്നി, തീക്കിരയാക്കുക. അപ്പൊ 100 ലങ്കയെ എന്താണ്, അഗ്നിക്ക് ഇരയാക്കാനുള്ള പൊട്ടൻഷ്യൽ കഴിവ് ആർക്കുണ്ട്, മാച്ച് ബോക്സിനുണ്ട്.
മാച്ച് ബോക്സിനുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കുണ്ട്? സ്ത്രീക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീ എന്തിനോട് ഉപമിച്ചത്? മാച്ച് ബോക്സിനോട് ഉപമിച്ചത് കേട്ടാ. ഇപ്പൊ നമുക്ക് ലങ്കയുടെ പഴയ കഥ അറിയാം അല്ലേ? രാമായണത്തിലെ ലങ്കയുടെ കഥ പണ്ട് ഹനുമാൻ എന്ത് ചെയ്തത്? ലങ്ക കത്തിച്ച് കളഞ്ഞത് അല്ലെ? ആരെ? സീതയെ കാണാൻ പോകുന്ന വേളയിൽ ലങ്ക എന്താണ് ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി അതെന്ത് ചെയ്തത്? ലങ്ക മുഴുവനും ചുട്ട് ചാമ്പലാക്കിയ കഥയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അറിയാം അല്ലെ? അതേ ലങ്ക തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ 100 ഒരു ലങ്കയല്ല, അന്ന് ഹനുമാൻ ഒരു ലങ്ക കത്തിച്ചത്. ഇവിടെ എന്താണ്? ഒരു തീപ്പെട്ടി ഒരച്ചിട്ട് കഴിഞ്ഞാൽ 100 ലങ്കകൾ കത്തിക്കാനുള്ള പ്രാപ്തി പൊട്ടൻഷ്യൽ ആർക്കുണ്ട്? സ്ത്രീക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കുക. സോ even though they have enough gunpowder to set 100 lankas aflame അല്ലെ? 100 കണക്കിന് ലങ്കകളെ അഗ്നിക്കിരയാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗൺ പൗഡർ അതിന്റെ കൈവശമുണ്ട്. ഏതിന്റെ കൈവശം? മാച്ച് ബോക്സിൽ ഉണ്ടെങ്കിലും they sit around meek and innocent. അവർ എന്ത് ചെയ്യുന്നു? ഈ സ്ത്രീകൾ അല്ലെങ്കിൽ മാച്ച് ബോക്സ് എന്ത് ചെയ്യുന്നു? they sit around meek. what is meek? meek means അടങ്ങി, ശാന്തമായി കേട്ടോ, വളരെ ശാന്തമായി. ആൻഡ് ഇന്നസെന്റ്. എന്താണ് ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കത അല്ലെ? വളരെ നിഷ്കളങ്കമായി വളരെ ശാന്തമായി അവരെന്ത് ചെയ്യുന്നു? സിറ്റ് അറൗണ്ട്, അവര് ഇരിക്കുന്നു. ഇൻ ദ കിച്ചൺ. എവിടെയാണ് ഇരിക്കുന്നത്? അടുക്കളയിൽ. തീപ്പെട്ടി അല്ലേ? തീപ്പെട്ടി അടുക്കളയിൽ ഇരിക്കും. ആൻഡ് ഇൻ ദ പാൻട്രി അല്ലെ? പാൻട്രി മീൻസ് എന്താണ്? കലവറ അല്ലെ? നമ്മുടെ പാചകമൊക്കെ ചെയ്യുന്ന കലവറയിൽ അവരെന്ത് ചെയ്യും? അടങ്ങി ഒതുങ്ങി നിഷ്കളങ്കമായി തീപ്പെട്ടിയെ പോലെ ഇരിക്കും. പക്ഷെ തീപ്പെട്ടിക്കുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിഭയങ്കരമാണ് അല്ലെ? ആൻഡ് ഇൻ ദ ബെഡ്റൂം. അവരെവിടെ ഇരിക്കും? ബെഡ്റൂമിൽ ഇരിക്കും. അടങ്ങി ഒതുങ്ങി. സ്ത്രീകളും അങ്ങനെയാണ്. സ്ത്രീകളുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ബെഡ്റൂമിൽ സ്ത്രീയുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കലവറയിലെ സ്ത്രീയുടെ പ്രസൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? കിച്ചൺ, അടുക്കള അവരുടെ ലോകമാണ് അല്ലെ? അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ ഒരു തീപ്പെട്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ എന്ത് ചെയ്യും? സ്ത്രീകളും ഇരിക്കും. ഹിയർ, ദേർ, ഇവിടെ, അവിടെ, എനിവെയർ, എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? സ്ത്രീയെ കാണാം. വുമൺ ടു ആർ എക്സാക്ട്ലി ദ സെയിം. സ്ത്രീകളും അല്ലെ? അവരും എന്താണ്? എക്സാക്ട്ലി ദ സെയിം. അവരും ഇതുപോലെ തന്നെയാണ് അല്ലെ? കൃത്യമായി പറഞ്ഞാൽ അവരെന്താണ്? ഇത് തന്നെയാണ്. കൃത്യം എക്സാക്ട്ലി ദ സെയിം എന്നാണ് പറയുന്നത്. കൃത്യമായി അവരിതാണ്. കൃത്യമായി അവർ ഇതാണ്. അവരും ആരെ പോലെ? തീപ്പെട്ടിയെ പോലെയാണ് അല്ലെ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റഫറാണ് അവിടെ. സ്ത്രീയെ മാച്ച് ബോക്സിനോട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ആശാപൂർണ്ണ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പാരിസൺ പറയുന്നത്, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അല്ലെ? എന്താണ് പറഞ്ഞത്? സ്ത്രീകൾ മാച്ച് ബോക്സ് ആണ്. അങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല, 100 കണക്കിന് ലങ്കകളെ ചുട്ട് ദഹിപ്പിച്ച് അല്ലെങ്കിൽ ചുട്ട് ചാമ്പലാക്കാനുള്ള പ്രാപ്തി സ്ത്രീകൾക്കുണ്ടെങ്കിലും അവർ വളരെ നിഷ്കളങ്കമായി അല്ലെ? അതുപോലെ തന്നെ വളരെ എന്താണ്? എളിമയോടുകൂടി താഴ്മയോടുകൂടി അല്ലെ? അവരെന്ത് ചെയ്യുന്നു? ബെഡ്റൂമിലും കിച്ചണിലും അതുപോലെ തന്നെ എന്താണ്? കലവറയിലും മറ്റുമൊക്കെ സമയം എന്ത് ചെയ്യുന്നു? ചെലവഴിക്കുന്നു അല്ലെ? ഒന്നും മിണ്ടാതെ, ഒന്നും ഉരിയാടാതെ. ഇത് തന്നെയാണ് എന്ത്? സ്ത്രീയും ചെയ്യുന്നത്. They have the potential. അവർക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. But they are not utilizing it. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അതിനെ ഉപയോഗിക്കുന്നുണ്ടോ? വിനിയോഗിക്കുന്നതേ ഇല്ല. നോക്കുക. You want an example? ഇവിടെ നമ്മുടെ എഴുത്തുകാരി അല്ലെങ്കിൽ ആശാപൂർണ്ണ നമുക്കൊരു ഉദാഹരണം കാട്ടിത്തരികയാണ്. You want an example? നിങ്ങൾക്കൊരു ഉദാഹരണം വേണം അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഉദാഹരണം കാണണോ? എന്നിട്ടൊരു ഉദാഹരണം. എന്നിട്ടാണ് നമുക്കൊരു കഥ പറഞ്ഞു തരുന്നത്. മാച്ച് ബോക്സിന്റെ കഥ. എന്തുകൊണ്ട്? why did I compare woman with that of match box? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ കമ്പാരിസൺ നടത്തി? നോക്കുക. Then look carefully at that enormous 3-story house in front of us. അപ്പോൾ ആ നറേഷന്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു രീതി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു പറയാണ്, നമ്മുടെ എഴുത്തുകാർ പറയാണ് then എങ്കിൽ look carefully, ശ്രദ്ധയോടുകൂടി നോക്കൂ, at that enormous, ഭീകരമായ അല്ലെ? enormous, big, huge, വലിയ 3-story house, 3 നിലയുള്ള ആ വീട് നോക്കൂ. in front of us, ആരുടെ മുന്നിലിരിക്കുന്ന? നിങ്ങളുടെ മുന്നിലിരിക്കുന്ന. അപ്പോൾ നിങ്ങളത് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ കഥ ആരംഭിക്കാൻ പോവുകയാണ്, കഥ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കഥയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? ഒരു വീട് കേട്ടോ. എങ്ങനെ? 3 നിലയുള്ള വീടാണത്. ഇങ്ങനെ 3 നിലയുള്ള വീടാണ്. ആ 3 നിലയുള്ള വീട് അല്ലെ? നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ വളരെ ഭീമാകാരമായ ആ 3 നിലയുള്ള വീട് നിങ്ങൾ കാണുന്നില്ലേ അല്ലെ? നിങ്ങളുടെ മുന്നിലുണ്ട്. വളരെ സൂക്ഷിച്ച് നോക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാനാണ് പറയുന്നത് അല്ലെ? നമുക്ക് നോക്കാം. നോക്കുക. സൺഡേ മോർണിംഗ്. സമയം എന്താണ്? ഞായറാഴ്ച രാവിലെ ആണ്. ഞായറാഴ്ച പുലർന്ന അല്ലെ? രാവിലെ ആണ്, മോർണിംഗ് ആണ്. The washerman has come and is waiting.
പുറത്ത് വാഷർമാൻ തുണിയും മറ്റുമൊക്കെ അലക്കുന്ന അലക്കുകാരൻ, വാഷർമാൻ മീൻസ് അലക്കുകാരൻ എന്ത് ചെയ്യുന്നു? ഹാസ് കം എന്നാണ് പറയുന്നത് അല്ലെ, ഇപ്പോ വന്നിരിക്കുന്നു അല്ലെ, ഹാസ് ജസ്റ്റ് കം, ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് ഈസ് വെയിറ്റിംഗ്, പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്? നമ്മുടെ വാഷർമാൻ കാത്തിരിക്കുകയാണ്. ഒരു വലിയ വീടാ, അപ്പൊ ആ വീട്ടില് ധാരാളം മെമ്പേഴ്സ് ഒക്കെ കാണും. അപ്പൊ അവർക്കുള്ള തുണിയും മറ്റുമൊക്കെ അലക്കുന്നതിന് വേണ്ടി, അവരുടെ തുണി കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ എന്താണ് വാഷർമാൻ, അലക്കുകാരൻ അവിടെ വന്ന് എന്ത് ചെയ്യാണ്? കാത്ത് നിൽക്കുകയാണ്. നോക്കുക, moments before handing over a heap of Ajit's dirty clothes to the washerman, Nobita goes through the pockets one last time and discovers the letter. നോക്കുക, ഇവിടെ എന്താ പറയുന്നത്? Moments before handing over a heap of Ajit's dirty clothes to the washerman. കേട്ടോ, അപ്പൊ വാഷർമാന്, അലക്കുകാരന്, കേട്ടോ, നമ്മുടെ അലക്കുകാരന് ഈ അജിത്തിന്റെ, അജിത്ത് ആരാണെന്നൊക്കെ നമ്മൾ ഇനി പറയും കേട്ടോ. അജിത്ത് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കഥയില് ഒരു നുമിത എന്ന് പറയുന്ന ഒരു വുമൺ, അവളുടെ ജീവിത പശ്ചാത്തലമാണ് ഈ കഥയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഈ നുമിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവാണ് ആരെന്ന് പറയുന്നത്? അജിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നുമിത എന്ന് പറയുന്ന സ്ത്രീ എന്താ ചെയ്യുന്നത്? വുമൻസ് ബിഫോർ ഹാൻഡ് ഓവർ എ ഹീപ്പ് ഓഫ് അജിത്ത് ഡർട്ടി ക്ലോത്ത്സ്, അജിത്തിന്റെ മുഷിഞ്ഞ തുണി അത് ഹാൻഡ് ഓവർ കൈമാറ്റം ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ അല്ലെ, അജിത്തിന്റെ മുഷിഞ്ഞ തുണി, തന്റെ ഭർത്താവായ അജിത്തിന്റെ മുഷിഞ്ഞ തുണികൾ നൊമിത എന്ന് പറയുന്ന സ്ത്രീ വാഷർമാന്, അലക്കുകാരന് കൈമാറ്റം ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ നൊമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്, നൊമിത എന്ത് ചെയ്യുന്നു? ആ ഷർട്ടിന്റെ അല്ലെങ്കിൽ ആ ഡ്രസ്സിന്റെ, ആ വസ്ത്രങ്ങളുടെയൊക്കെ പോക്കറ്റിലൂടെയൊക്കെ ഒന്ന് കൈ ഓട്ടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നമ്മളായി കഴിഞ്ഞാലും അലക്കുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അലക്കാൻ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ വസ്ത്രത്തിലെ പോക്കറ്റിലൊക്കെ വല്ലതും ഉണ്ടോ, വിലപിടിപ്പുള്ള വല്ല വസ്തുക്കളും ഉണ്ടോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അന്വേഷണം നടത്തും. അല്ലെങ്കിൽ അത് കഴുകുന്ന സമയത്ത് വല്ല പണം പൈസ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കഴുകുന്ന സമയത്ത് അത് നശിച്ചു പോകും. അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത്തരത്തിൽ അന്വേഷണം നടത്തുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ നൊമിത എന്ത് ചെയ്യാണ്? കൈയിട്ട് അവിടെയൊക്കെ ഒന്ന് ഇതിലാണ് ആ ഷർട്ടില് ഡ്രസ്സിലൊക്കെ എന്ത് ചെയ്തു? കൈയിട്ട് പോക്കറ്റിലൊക്കെ ഒന്ന് പരിശോധിച്ചു. നോക്കുക, ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. അപ്പോഴാണ് ആ ഒരു ലെറ്റർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആരുടെ കയ്യിൽ നിന്ന്? പാന്റിന്റെ പോക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഏതോ ഒരു വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ നൊമിതയ്ക്ക് അല്ലെ, നൊമിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്ന് ഷീ ഗോട്ട് എ ലെറ്റർ. അവൾക്കൊരു ലെറ്റർ എന്ത് ചെയ്യാണ്? കിട്ടുകയാണ് കേട്ടാ. വാട്ട് ഈസ് ദാറ്റ് ലെറ്റർ? എന്താണ് ആ ലെറ്റർ അല്ലെ? വാട്ട് ഈസ് ഇൻ ഇറ്റ്? അതിൽ എന്തായിരിക്കാം അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. ഓക്കെ, സോ അതുവരെ കൃത്യമായിട്ട് വായിക്കുക, പ്രൊഫൈൽ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ ചാപ്റ്റർ മൊത്തത്തിൽ എന്ത് ചെയ്യാം? നമ്മളൊരു എന്താണ് ഒരു ഡിസ്കിൽ അല്ലെങ്കിൽ ഒരു ടേണിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ വാട്ട് വിൽ അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി കാണും. സോ ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. അർത്ഥം മനസ്സിലാവുമെങ്കിൽ എന്ത് ചെയ്യട്ടെ? ദാറ്റ്സ് ഗുഡ്. അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.